നമസ്കാരം. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചു. ഈ മാസം 29-ാം തീയതി ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. വില വർധനയിൽ തീരുമാനം വൈകിക്കുന്നതിൽ ബോർഡ് ആസ്ഥാനത്ത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം നടന്നു. ലിറ്ററിന് 6 രൂപ വർദ്ധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം സർക്കാരിന് വീണ്ടും കത്ത് നൽകുമെന്നാണ് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞത്. വില വർധന അനിവാര്യമാണെന്നും വില കൂട്ടാൻ മിൽമയ്ക്ക് അധികാരമുണ്ടെന്നും KS മണി പറയുന്നു. എന്നാൽ ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും അതുപോലെ അഭിപ്രായം ചോദിക്കുകയും വേണം. നേരത്തെ നൽകിയ കത്തിന് വ്യക്തമായ മറുപടി സർക്കാരിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ കൂടി ഭാഗമായതുകൊണ്ടാണ് മറുപടി വൈകിയത്. 3 വർഷമായി മിൽമ പാലിന്റെ വില കൂട്ടിയിട്ടില്ല. വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് KS മണി പറയുന്നത്. പാലിന് വില കൂട്ടിയാൽ ജനം ചൂലെടുക്കും, ഒരു തർക്കവും വേണ്ട. കാരണം ഒന്നാമത് തന്നെ ആളുകളുടെ കയ്യിൽ പൈസയില്ല, വരുമാനം കൂടുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പല സാധനങ്ങൾക്കും വില കൂടി. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പുറമെ പച്ചക്കറിക്കും മീനിനും വരെ വില കൂടിയിരിക്കുകയാണ്. സാധനങ്ങളൊന്നും മാർക്കറ്റിൽ കിട്ടാനുമില്ല. ഈ സാഹചര്യത്തിൽ മിൽമ വില വർദ്ധിപ്പിക്കുന്നത് ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത അപരാധമാണ്. മിൽമ വില കൂട്ടാൻ കാത്തിരിക്കുകയാണ് മറ്റ് പ്രൈവറ്റ് കമ്പനികളും വില കൂട്ടാൻ. ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ ഏറ്റവും വിലക്കുറവ് മിൽമ പാലിനാണ്. ആളുകൾ വിശ്വസിച്ച് വാങ്ങുന്നതും ഏറ്റവും കൂടുതൽ വാങ്ങുന്നതും മിൽമയാണ്. മിൽമ കിട്ടിയില്ലെങ്കിൽ മാത്രമേ മറ്റു പാലുകൾ വാങ്ങുകയുള്ളൂ. അത് മറ്റുള്ളവയൊന്നും വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കാനും പറ്റില്ല. കാരണം ഒട്ടുമിക്കതും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്നതാണ്. ഒട്ടുമിക്ക പാലുകൾ കൊഴുപ്പ് കൂട്ടാൻ അതിൽ എന്തെല്ലാം ചേർക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. മാത്രമല്ല ആ പാലൊന്നും വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് മിൽമ പാലിന് ഇത്രയും ഡിമാൻഡ്. സർക്കാർ സബ്സിഡി കൊടുത്ത് മിൽമ പാലിന് വില കൂട്ടാതെ പിടിച്ചു നിർത്തണം. വില കുറച്ചില്ലെങ്കിലും കൂട്ടാതെ ഇരുന്നാൽ അത്രയും ആശ്വാസമായിരിക്കും ജനങ്ങൾക്ക്.